നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഡേറ്റിംഗ് ചെയ്യാത്ത ആളുകളെപ്പറ്റി നമ്മൾ എന്തൊക്കെയാ സാധാരണ കേൾക്കാറ്, അല്ലേ? അവര് ഭയങ്കര ഒറ്റപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ബന്ധങ്ങളെ പേടിയാണ് എന്നൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ അതിന്റെ പിന്നിലെ സൈക്കോളജി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് ആഴത്തിലുള്ളതാണ്. അപ്പോ ഈ പൊതുവായ ധാരണകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് എന്തുകൊണ്ടാണ് ചിലർ ഡേറ്റിംഗിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് നമുക്ക് ശരിക്കൊന്ന് നോക്കിയാലോ? നോക്കൂ, സമൂഹം പലപ്പോഴും ഇവരെ എങ്ങനെയാ കാണുന്നത്? തകർന്നവർ, ആളുകളുമായി ഇടപഴകാൻ ഇഷ്ടമില്ലാത്തവർ എന്നൊക്കെ ലേബലൊട്ടിക്കും. പക്ഷെ മനഃശാസ്ത്രപരമായി നോക്കുമ്പോഴോ സംഭവം വേറെയാണ്. ഉയർന്ന സ്വാശ്രയത്വം, അതായത് ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ്, പിന്നെ മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്ന സമ്മർദ്ദത്തിൽ വീഴാതിരിക്കാനുള്ള ഒരുതരം ഇമ്മ്യൂണിറ്റി, അതുപോലെ വെറുതെ കുറെ ബന്ധങ്ങളുണ്ടാക്കുന്നതിനേക്കാൾ ആഴത്തിലുള്ള ബന്ധങ്ങളോടുള്ള താൽപ്പര്യം, ഇതൊക്കെയാണ് യഥാർത്ഥ കാരണങ്ങളായിട്ട് വരുന്നത്. അപ്പോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഡേറ്റിംഗിനെക്കുറിച്ചുള്ള ഒരു വലിയ മിഥ്യാധാരണയെപ്പറ്റിയാണ്. സമൂഹത്തിനൊരു സ്ക്രിപ്റ്റുണ്ട്, അല്ലേ? പഠിക്കണം, ജോലി നേടണം, ഡേറ്റ് ചെയ്യണം, കല്യാണം കഴിക്കണം, അങ്ങനെ പോകുമത്. എന്നാൽ ഈ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യാത്തവരുടെ കാര്യമോ? അവരുടെ സൈക്കോളജി എന്താണെന്ന് കണ്ടെത്താനാണ് നമ്മുടെ ഈ ഒരു ശ്രമം. ഓർക്കേണ്ട ഒരു കാര്യം, ഇത് വെറുമൊരു എനിക്ക് വേണ്ട എന്ന് പറയുന്നൊരു തീരുമാനം മാത്രമല്ല, അതിനു പിന്നിൽ വളരെ വ്യക്തമായ ചില സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. അതായത് ഡേറ്റിംഗിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഒരു കുറവായി കാണേണ്ട ഒരു കാര്യമല്ല. പലപ്പോഴും അത് വളരെ ബോധപൂർവം എടുക്കുന്ന ചില ശക്തമായ തീരുമാനങ്ങളാണ്. അങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ പാറ്റേണുകൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പാറ്റേൺ, നിങ്ങൾക്കൊരുപക്ഷേ അസാധാരണമാം വിധം ഉയർന്ന സെൽഫ് സഫിഷ്യൻസി, അതായത് സ്വാശ്രയത്വം ഉണ്ടാകാം. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം ഇപ്പോ തന്നെ കംപ്ലീറ്റ് ആണ്, സന്തോഷപ്രദമാണ്, നിങ്ങൾക്ക് നല്ല ആഴത്തിലുള്ള സൗഹൃദങ്ങളുണ്ട്, നിങ്ങൾക്കിഷ്ടപ്പെട്ട ഹോബികളുണ്ട്, മനസ്സമാധാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഡേറ്റിംഗ് എന്നത് ജീവിതത്തിൽ എന്തോ ഒന്ന് മിസ്സിംഗ് ആയതുകൊണ്ട് ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷൻ മാത്രമായി മാറുന്നു. ശരിക്കും ഈ ഒരു അവസ്ഥയ്ക്ക് സൈക്കോളജിയിൽ ഒരു പേരുണ്ട്, ഇന്റഗ്രേറ്റഡ് ഓട്ടോണമി. കേൾക്കുമ്പോൾ വലിയ വാക്കാണെന്ന് തോന്നെങ്കിലും സംഭവം സിമ്പിളാണ്. അതായത് മാനസികമായി പൂർണ്ണമായും സ്വയം പര്യാപ്തമായിരിക്കുന്ന ഒരവസ്ഥ, ജീവിതം പൂർണ്ണമാക്കാൻ മറ്റൊരാൾ വേണമെന്ന് തോന്നലില്ലാത്ത ഒരു സ്റ്റേജ്. പലരും ജീവിതകാലം മുഴുവൻ തേടുന്ന ഒരുതരം മെന്റൽ കംപ്ലീറ്റ്നെസ് ആണിത്. ഒരുപക്ഷേ നിങ്ങൾ ഓൾറെഡി ആ ഒരു ലെവലിൽ എത്തിയതുകൊണ്ടാവാം ഡേറ്റിംഗ് ഒരു നിർബന്ധമായിട്ട് നിങ്ങൾക്ക് തോന്നാത്തത്. ഇനി രണ്ടാമത്തെ പാറ്റേൺ, നിങ്ങൾ ഒരുപക്ഷേ ഈ സാമൂഹിക സമ്മർദ്ദത്തിനെതിരെ ഒരുതരം ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധശേഷി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. നമുക്ക് ചുറ്റുമുള്ള പ്രഷർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡേറ്റ് ചെയ്യുന്നില്ലേ, കല്യാണം കഴിക്കുന്നില്ലേ, സെറ്റിലാവുന്നില്ലേ? ഈ ചോദ്യങ്ങൾ കേൾക്കാത്തവർ കുറവായിരിക്കും. പക്ഷെ ഈ സമ്മർദ്ദത്തിൽപ്പെട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കൂട്ടരുണ്ട്. ഒരു റൊമാന്റിക് ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം വിജയമാകൂ എന്ന പൊതുധാരണയെ അവർ ധൈര്യപൂർവ്വം ചോദ്യം ചെയ്യുന്നു. ഇതിന് ശരിവെക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. ജേണൽ ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്സിലെ ഒരു പഠനം പറയുന്നത് എന്താണെന്നറിയോ? എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന രീതിയിൽ ഡേറ്റ് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ജീവിത സംതൃപ്തി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സാമൂഹിക സമ്മർദ്ദത്തെ അതിജീവിക്കുന്നവരാണ്. അപ്പൊ സംഗതി എന്താ? നിങ്ങൾ ഒന്നിനെയും ഒഴിവാക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം സന്തോഷം എന്താണെന്ന് നിങ്ങൾ ബോധപൂർവം തെരഞ്ഞെടുക്കുകയാണ്. അപ്പോ മൂന്നാമത്തെ പാറ്റേൺ എന്തായിരിക്കും? ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. അതായത് 30 ഉപരിപ്ലവമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ആഴത്തിലുള്ള 3 ബന്ധങ്ങളാണ് എന്ന ചിന്ത. ഇന്നത്തെ ഒരു ഡേറ്റിംഗ് കൾച്ചർ നോക്കിയാൽ പലതും വളരെ സൂപ്പർഫിഷ്യൽ അല്ലേ? കുറേയധികം അപരിചിതരുമായി സംസാരിക്കുന്നതിനേക്കാൾ തങ്ങൾക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളുമായി ആഴത്തിൽ സംസാരിക്കാനായിരിക്കും ഇവർക്ക് താൽപ്പര്യം. ശരി, അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചാണല്ലേ, ബോധപൂർവം എടുക്കുന്ന തീരുമാനങ്ങളെപ്പറ്റി. പക്ഷെ എല്ലാവർക്കും ഇതൊരു ചോയ്സ് ആയിരിക്കില്ല. ചിലർക്ക് ഡേറ്റിംഗ് എന്നു പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതിന്റെ പിന്നിലെ പ്രധാന കാരണം ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റിയാണ്. ഇതിന് സൈക്കോളജിസ്റ്റുകൾ ഡേറ്റിംഗ് സ്പെസിഫിക് സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയും. ഇത് പൊതുവെ ആളുകളോട് സംസാരിക്കാനുള്ള മടിയല്ല, ഇതൊരു വ്യക്തിത്വത്തിന്റെ കുറവുമല്ല, മറിച്ച് ഡേറ്റിംഗ് എന്ന ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം വരുന്ന ഒരു തരം ആൻസൈറ്റിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ജോലി ഇന്റർവ്യൂ പോലെയല്ലേ? നമ്മൾ എന്തു പറയും, എന്ത് ധരിക്കും, മറ്റേയാൾ നമ്മളെ വിലയിരുത്തുവോ? ഈ ചിന്തകളൊക്കെ വന്ന് ഒരു തരം ഭയമുണ്ടാക്കുന്ന അവസ്ഥയാണിത്. ഈ ആങ്സൈറ്റി ഒരു ലൂപ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1, ട്രിഗർ. അതായത് ഒരു ഡേറ്റിനുള്ള അവസരം വരുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നു. ഉടനെ വരും സ്റ്റെപ്പ് 2, ഭയം. ഞാൻ പറയുന്നത് ശരിയാവോ, വല്ല അബദ്ധവും പറ്റോ, എന്നെപ്പറ്റി എന്തു വിചാരിക്കും, ഇങ്ങനെയുള്ള പേടികൾ. അപ്പൊ സ്വാഭാവികമായി നമ്മൾ എന്തു ചെയ്യും?
സ്റ്റെപ്പ് 3 പ്രതികരണം. ആ സാഹചര്യം തന്നെ ഒഴിവാക്കും. ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ആ ഒരു പരിപാടിക്കേ പോയില്ല. തൽക്കാലത്തേക്കൊരു ആശ്വാസം കിട്ടും, പക്ഷേ ആ ലൂപ്പ് അവിടെ തന്നെ ഉണ്ടാകും. അപ്പോ ഈ ചോയ്സുകളും ചലഞ്ചുകളുമെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്വന്തം സന്തോഷം, നമ്മുടെ ജീവിതത്തിലെ സംതൃപ്തി നിർവചിക്കുന്നത്? കാരണം സന്തോഷകരമായൊരു ജീവിതം നയിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് ആരാ പറഞ്ഞത്? ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല ജീവിതം. നോക്കൂ, കരിയറിലെ വളർച്ച, സ്വന്തമായി ചെയ്യുന്ന ക്രിയേറ്റീവ് പ്രൊജക്റ്റുകൾ, പുതിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, ആഴത്തിലുള്ള സൗഹൃദങ്ങൾ, എന്തിന് ഒറ്റയ്ക്കിരിക്കുന്ന സമയം പോലും വളരെ അർത്ഥപൂർണമാക്കാം. ഇതിൽ നിന്നെല്ലാം ഒരാൾക്ക് പൂർണ്ണമായ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങൾ ജീവിക്കുന്നത് ഒരു പകുതി ജീവിതമല്ല. നിങ്ങൾ ജീവിക്കുന്നത് സമൂഹം എഴുതിവെച്ച ആ സ്ക്രിപ്റ്റിന് ചേരാത്ത, പക്ഷെ തികച്ചും പൂർണ്ണമായൊരു ജീവിതമാണ്. നിങ്ങളുടെ സന്തോഷം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. പോകുന്നതിനു മുൻപ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ച പാറ്റേണുകളിൽ ഏതാണ് നിങ്ങളുമായി കൂടുതൽ യോജിക്കുന്നത്? ഇത് നിങ്ങൾ ബോധപൂർവം തിരഞ്ഞെടുത്തൊരു വഴിയാണോ, അതോ നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു വെല്ലുവിളിയാണോ? ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിവരങ്ങൾ സ്വയം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മടിക്കരുത്. ഈ ഒരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.